വിശുദ്ധമായി നാമമായിട്ട് പെരുമാറാകട്ടെ. വന്ദന സഹോദരി. നീനക്കെന്നും വന്ദനം ചെയ്യുന്നു നാമത്തിനാദേരവാ. സഹോദരിയുടെ പേരെന്തായിരുന്നു? നാദനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി? സഹോദരിയുടെ സ്വന്തം ദേശം എവിടെയാണ്? എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. പിന്നെ എവിടെ സഹോദരിയുടെ ദേശം? അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭാവനമുണ്ട്. ആ ദേശത്തിന്റെ പ്രത്യേകത എന്താണ്? രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടും അവിടെ. സഹോദരി ഏത് ജാതിയിൽപ്പെട്ട ആളാണ്? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? സഹോദരിക്ക് എത്ര വയസ്സായി? 7-10 ഏറെയായാൽ 80 മാത്രം. നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. ചർമ്മം കണ്ട പ്രായം പറയത്തില്ല. ഈ ലോകത്തിലെ കഷ്ടങ്ങളെ കുറിച്ച് സഹോദരി എന്താണ് പറയാനുള്ളത്? പുത്തനാമേരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. അപ്പൊ ഇവിടുത്തെ ജീവിതം കഷ്ടപ്പാടെന്നാണോ പറയുന്നേ? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. പാട്ടുകൂടി ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കിയതാണോ അല്ലേ? എനിക്കായൊരു സമ്പത്ത് ഉയരെ സ്വകനാടതിൽ ഒരുക്കുന്നുണ്ട് യേശുനാഥൻ. സഹോദരന് യാത്രക്കിടയിലാണ് ഇന്റർവ്യൂ വന്നിരിക്കുന്നത് അല്ലേ? എങ്ങോട്ടായിരുന്നു യാത്ര? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. യേശുവിനെ കുറിച്ച് ലോകത്തോട് എന്താണ് പറയാനുള്ളത്? സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയേ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിതവ മോക്ഷമാർഗം തുറന്നു. ഇനി അല്പം കുടുംബകാര്യത്തിലേക്ക് കടക്കാം. സഹോദരിയുടെ ഭർത്താവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ പ്രിയനെപ്പോൾ സുന്ദരനായാരെയും ഞാൻ കാണുന്നില്ല, വേലാതെ ഞാൻ കാണുകയില്ല. അത്ര സുന്ദരനാണ്, അതുപോലെ തന്നെ നോക്കുമായിരിക്കും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. ഈ ലോക ജീവിതത്തിൽ എപ്പോഴെങ്കിലും പതറി പോയിട്ടുണ്ടോ? പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. ഇനി അല്പം സഭാകാര്യത്തിലേക്ക് കടക്കാം. സഭയിലെ പാസ്റ്റർ ടി.ടി. തോമസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞിടോകയാൽ. ഒന്നുകൂടി വിശദീകരിക്കാമോ? ആയിരം നാവുകളാലതു വർണ്ണിപ്പതി നേടുതോ. സഹോദരിക്ക് സ്വന്തം സഭയിലെ പാസ്റ്ററെ കുറിച്ച് വിശദീകരിക്കാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല. അപ്പൊ സഭയിലെ സെക്രട്ടറിയോ? വർണ്ണിച്ചിടാൻ എന്റെ നാവു പോരായേ, എന്നെ തീർത്തിടാമോ അവൻ ചെയ്തത്. ഈ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ
യേശു വിളിച്ചിടുന്നു. സഹോദരിയുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലായി, നിരാശയന്മേൽ തൊടുകയില്ല. പ്രത്യാശയാൽ ദിനം തോറും നടത്തിടുന്നു. സഹോദരിയുടെ ഇത്രയും വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവ സന്നാഹ